ഹായ് ഹലോ വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നലെ കഴിഞ്ഞ ദിവസം വേടൻ്റെ അവാർഡ് നമുക്ക് വേടൻ്റെ അച്ഛനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതും അതൊന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ 6 മാസം മുന്നേ ഇതേ വേദിയിൽ ഇവിടെ പാട്ട് പാടാൻ വേണ്ടി ഞാൻ വന്നിരുന്നു. കുറച്ച് അന്നെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഒരുപാട് ആൾക്കാരുള്ള കാരണം. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻഡിപെൻഡന്റ് കലാകാരന് ചലച്ചിത്ര സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ എൻ്റെ അപ്പനെ ക്ഷണിച്ചോട്ടെ ഞാൻ ഈ വേദിയിലേക്ക്, പ്ലീസ്. ആ ഒരു വാക്കുണ്ടല്ലോ, ഞാൻ എൻ്റെ അപ്പനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോട്ടെ എന്നുള്ള പറയണുണ്ടല്ലോ. എത്ര ആയാലും അതൊരു ഏതപ്പന്മാരതായാലും അതൊരു ഭാഗ്യമല്ല. എൻ്റെ മോൻ ഒരു അംഗീകരിക്കപ്പെടുന്ന ആ വേദിയിലേക്ക് എന്നെ ക്ഷണിക്കും. അത് വേറൊരു വേദിയിലും കാണാത്തൊരു വ്യക്തിയാണ്. എവിടെയും വേടൻ്റെ കൂടെ എവിടെയും നമ്മൾ കാണാത്തൊരു വ്യക്തിയാണ്. ഒരു വേദിയിലും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ വേദിയിലേക്ക് എൻ്റെ അപ്പനെ ഞാൻ ക്ഷണിക്കട്ടെ എന്ന് പറയണ ആ വാക്കുണ്ടല്ലോ, അതാണ് ആ അപ്പന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ മകൻ എന്നെക്കാട്ടി ഒന്ന് ഉയർന്നു കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. നല്ല നിലക്ക് അവൻ ഉയർന്നു കാണട്ടെ എന്നുള്ള കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കളാണെങ്കിൽ അത് 100 ഇരട്ടിയായിരിക്കും. അതുപോലത്തെ ഒരു അപ്പനാണ് വേടൻ്റെ അപ്പൻ. ആ പറച്ചിലിൽ തന്നെ കണ്ട, എവിടെ എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ എന്നുള്ള പറച്ചിൽ തന്നെ കണ്ട. ഈ അവാർഡ് എനിക്ക് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ അപ്പം മാത്രമായിരിക്കും ഈ ഭൂമിയില്. കാരണം സ്വന്തം ആരോഗ്യവും സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ആ അപ്പം ആ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് നോക്കിയിട്ട് ഒരു നിഷ്കളങ്കമായൊരു മനുഷ്യൻ സ്വന്തം മകൻ വിളിക്കുമ്പോൾ അവാർഡ് ദാന സ്റ്റേജിലേക്ക് ആദ്യമായിട്ടാണ് എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരുങ്ങി വെള്ളമുണ്ടും പുതിയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വരുന്നത് ആദ്യമായിട്ട് ലൈഫില്. ഒന്ന് ആലോചിച്ച്, ആദ്യമായിട്ടാണ് എൻ്റെ അപ്പനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്, സുന്ദരനായിട്ടുണ്ട്. എന്റെ അപ്പനൊന്നും ഉണ്ടായില്ല, കുറെ സ്നേഹം ഉണ്ട് എല്ലാവരോടത്തും. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എൻ്റെ അപ്പന് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളമുണ്ടും പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരനായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഏതപ്പനാണ്, എനിക്കൊന്നും പറയാനില്ല, സ്നേഹം മാത്രം. അതാണ് നമ്മളെത്ര വലിയ ആളായാലും നമ്മളെ മാതാപിതാക്കൾ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. ഇന്നത്തെ നമ്മളെ അവസ്ഥയിൽ മാതാപിതാക്കളെ കൊല്ലണതും തിരിച്ചു മക്കളെ ഉപേക്ഷിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും. ആ ഒരു സമയത്ത് ചിലപ്പോൾ മുൻകാലങ്ങളിൽ ചിലപ്പോൾ തെറ്റുകൾ പറ്റിപ്പോയി കാണും ആർക്കായാലും. ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന്മാരെന്ന് പറയാൻ ആരുമില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റ് അത് തിരുത്തപ്പെടുമ്പോഴാണ് നമ്മൾ ആരായാലും കുറച്ചും കൂടി ഒരു വലിയ മനുഷ്യന്മാരാവുന്നത്. നമ്മൾ തെറ്റാണെന്ന് നമുക്ക് പറയാണ്ടൊരു തെറ്റ് ചെയ്തു പോയാൽ അത് തെറ്റാണെന്ന് നമ്മൾ അംഗീകരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അതിലും വലുതല്ല നമ്മൾ എന്ത് വലിയ നേടാനാണെങ്കിലും എന്തിൻ്റെ കാര്യമാണെങ്കിലും അതൊന്നും ഒരിതല്ല. ഈ ഒരു വാക്കുണ്ടല്ലോ, എൻ്റെ അപ്പൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇത്ര നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വരുന്നത്. ആ ഒരു വാക്കുണ്ടല്ലോ, അതാണ് ആ അപ്പൻ. ഒന്നും പറയാനില്ല. എൻ്റെ മകൻ്റെ ഒരു വലിയൊരു അവാർഡ്. എന്താണ് അവാർഡ് എന്ന് പോലും അറിയാത്ത കുറേ അപ്പന്മാരുണ്ടാവും. കാരണം അവർ വന്ന ഇതിലും ഇത്രയും ഇന്ന് വേടൻ എന്ന് പറയുമ്പോൾ ലോകം മൊത്താകെ
ആരും അറിയാത്തില്ല, കൊച്ചു കുട്ടികൾക്കടക്കാണെങ്കിലും എൻ്റെ മോനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ കടലമ്മ പറ്റി ആ പാട്ടിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, എത്ര വട്ടം കേട്ടാലും പ്രായപരിധിയില്ല. ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്കാർക്കടക്കം ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയെന്ന് പറഞ്ഞാൽ വേടനാണ്. അത്രക്കധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് വേടനാണ്. അപ്പോൾ നമ്മൾ ഈ വരുന്ന ആ സാഹചര്യം ഉണ്ടല്ലോ, എത്ര നാളും ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പൻ്റെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ കഷ്ടപ്പെട്ട് വളർത്തുന്ന അപ്പൻ്റെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അതിലും വലുതല്ല ഒന്നും. ആ അപ്പൻ്റെ ആ സന്തോഷം ഉണ്ടല്ലോ, എത്ര വലിയ നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തിയാലും എൻ്റെ അപ്പനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന ആ ഒരു മര്യാദ കാണിക്കുന്നുണ്ടല്ലോ, അതാണ് ഏത് അപ്പന്മാർക്കും കൊടുക്കാൻ പറ്റിയ ഒരു മകൻ എന്ന നിലയിൽ കൊടുക്കാൻ പറ്റിയ ഒരു അംഗീകാരം എന്ന് പറയുമ്പോൾ അത് മാത്രമാണ്. അപ്പോൾ ആ അപ്പനായാലും മകനായാലും നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടുള്ള ആ സന്ദർഭമായിരുന്നു. അപ്പോൾ അത്രക്കൊക്കെ തന്നെയുള്ള ചില സിറ്റുവേഷനുകളുണ്ടല്ലോ, എനിക്ക് തോന്നുന്ന ആ പീഡന കേസൊക്കെ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തെറ്റാവാം ശരിയാവാം, അതിനൊന്നും കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ നാടാണ്. പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ കേസിട്ട് വരുന്നത്. ആ സമയത്തൊക്കെ മിണ്ടാണ്ട് ഇന്ന് പേടിയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ആ സമയത്തൊക്കെ എന്താണോ വായിലൊക്കെ തിരികെ വെച്ചിരിക്കണമെന്ന് ഇപ്പോഴും അറിയില്ല. കുറേ വിഷമങ്ങൾ ഘട്ടത്തിലും എനിക്ക് തോന്നുന്നു കുറേ കഷ്ടപ്പെട്ടിട്ട് വേടൻ ഈ വേദിയിൽ തന്നെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് മുന്നത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ കഷ്ടപ്പെട്ടിട്ട് വളർത്തിയ മക്കളാണെന്ന് പറയുന്നുണ്ട്. അത്രക്കും നമ്മളെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയണ മക്കളുണ്ടല്ലോ. ആ താഴ്ന്ന രീതിയിൽ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതെത്ര ആയാലും ആ മാതാപിതാക്കളുടെ ആ കഴിവ് തന്നെയെന്ന് നമുക്ക് അംഗീകരിക്കണം. കാരണം ഞാൻ എണീക്കുമ്പോഴത്തിൻ്റെ അപ്പൻ ഞങ്ങൾക്കുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെക്കുകയും അതൊക്കെ പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നോ, എൻ്റെ അപ്പൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ള ഷർട്ടും പുതിയ മുണ്ടും വെള്ള മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ട് വന്നിട്ടുള്ളത്. കറക്റ്റാണ്, സുന്ദരനാണ്. കാരണം ഓരോരുത്തരന്മാർക്ക് ഹീറോ ആണ്. എന്നും അതുപോലെ നിൽക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനിയും ഇനിയും വലിയ വലിയ അവാർഡുകൾ വാങ്ങിക്കാനുള്ള കഴിവ് പടച്ചോൻ തരട്ടെ. അത്രമാത്രം. ഇനിയും ഇതിലും വലിയ വലിയ അവാർഡുകളും അടിപൊളി പാട്ടുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാം പടച്ച റബ്ബിന് കഴിവ് എല്ലാം തരട്ടെ. കഴിവുണ്ടല്ലോ, ഇനി നമ്മളെന്താണ്. ആ അപ്പൻ്റെ പൊന്നുമോനെന്നും ഇതിലും കുറച്ചും കൂടി ഹിറ്റുകൾ, വെറും ഹിറ്റുകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, ബായ്.